ഹായ് ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നൊരു പുതിയ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. പുതിയ ചാപ്റ്റർ ആയിരിക്കില്ല, ചിലപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്നാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏത് ചാപ്റ്ററാണ്? നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 16 +1. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? യെസ്, എക്സ്ക്രീഷനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ഏതൊക്കെയായിരിക്കും മക്കളെ? യെസ്, നമുക്കറിയാം യൂറിയ വരുന്നുണ്ട്, യൂറിക് ആസിഡ് വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്, വാട്ടർ നമുക്കൊരു എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് പറയാം. അതായത് കൂടുതൽ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അയോൺസ് ഉണ്ട്, ലൈക്ക് Na+, K+, പിന്നെ ക്ലോറൈഡ് അയോൺസ് ഒക്കെ വരുന്നുണ്ട്, ഫോസ്ഫേറ്റ് വരുന്നുണ്ട്, സൾഫേറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറം തള്ളേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പല പല മാർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ യൂറിനിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് പുറം തള്ളുന്നത് ആൻഡ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി എലിമിനേഷൻ നടക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഈ യൂറിനിലൂടെ യൂറിൻ ഫോർമേഷനും ആ ഒരു ഫിൽട്രേഷനൊക്കെ നടക്കുന്നത് എവിടെ വെച്ചാണ്? യെസ്, നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ടാണ് ആ ഒരു ഫിൽട്രേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്ക്രീഷൻ വരുമ്പോൾ എക്സ്ക്രീഷൻ തന്നെ നമുക്ക് 3 ടൈപ്പാണ് മേജർ എക്സ്ക്രീഷൻസ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമോണിയ എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആണ്. അമോണിയ എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് ടോക്സിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ആ ഒരു ഓർഗാനിസംസിലാണ് അമോണിയ കൂടുതലായിട്ടുണ്ടാവുക. കാരണം എന്താണ്? ഈ അമോണിയ എന്ന് പറയുന്ന സാധനത്തിനെ ആ ടോക്സിക് ഫോമിൽ നിന്നും ഇൻടോക്സിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് ഓഫ് വാട്ടർ വേണം. അപ്പം നമ്മൾ ഈ ഭൂമിയിലുള്ള ടെറസ്ട്രിയൽ ആനിമൽസിലൊന്നും ഈ ഒരു മെക്കാനിസം പറ്റില്ല. നമുക്ക് ആ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓടി കായലിലോ അല്ലെങ്കിൽ കടലിലോ ഒന്നും പോകാനായിട്ട് പറ്റാത്തതുകൊണ്ട് നമ്മുടെ അമോണിയയുടെ എക്സ്ക്രീഷൻ നടക്കുന്നത് നമ്മുടെ വാട്ടറിലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ യൂറിക് ആസിഡ് ആണ് വരുന്നത്. അതാണ് ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ടെറസ്ട്രിയൽ ആനിമൽസിലാണ് യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ നടക്കുന്നത്. ആൻഡ് നമ്മുടെ ഈ എക്സ്ക്രീഷൻ്റെ രീതിയിൽ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണോ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഇതിൽ ബേസിൽ നമ്മൾ നമ്മുടെ ആനിമൽസിനെ തരം തിരിച്ചിട്ടുണ്ട്, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് അമോണോടെലിസം. അപ്പോൾ അമോണോടെലിസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അവരുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ഈസ് അമോണിയ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ബോണി ഫിഷസ് ആണ്. ബോണി ഫിഷസ് എന്ന് പറയുമ്പം ഏതാണ് മക്കളെ? നമ്മുടെ കോൺട്രിക്റ്റിസ് അല്ലേ, കോൺട്രിക്റ്റിസിൽ വരുന്നതാണ്. ഓസ്റ്റിത്തിക്സിൽ വരുന്നതാണ്. കോൺട്രിക്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. അപ്പോൾ ഈ ബോണി ഫിഷസ് അക്വാട്ടിക് ആംഫിബിയൻസ് ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ് ഒക്കെയാണ് അമോണോടെലിക് ആയിട്ടുള്ള ആനിമൽസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇവിടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് അമോണിയം ആണെന്ന് പറഞ്ഞു. ഇനി യൂറിയോടെലിസം ആണ് അടുത്തതായിട്ട് വരുന്നത്. യൂറിയോടെലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്സിക് ആണോ എന്ന് ചോദിച്ചാൽ അമോണിയയുടെ അത്രയും ടോക്സിക് അല്ല, ആൻഡ് യൂറിക് ആസിഡിൻ്റെ അത്രയും ലീസ്റ്റ് ടോക്സിക്കും അല്ലാത്ത ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. ആൻഡ് അതിൽ വരുന്ന ആനിമൽസ് അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതാണ്? മെറൈൻ ഫിഷസ്, നമ്മുടെ പ്രധാനമായിട്ടും കോൺട്രിക്റ്റിക്സ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ് ആണ് വരുന്നത്. ബോണി ഫിഷസ് അമോണോടെലിക് ആണെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ് യൂറിയോടെലിക് ആനിമൽസ് ആണ് കേട്ടോ. ഇനി ടെറസ്ട്രിയൽ ആംഫിബിയൻസ് നമ്മുടെ ഫ്രോഗ് ഒക്കെ വരുന്നത് ഏതാണ്? നമ്മുടെ യൂറിയോടെലിസത്തിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ മാമൽസ് ഇൻക്ലൂഡിങ് മാൻ, നമ്മളെല്ലാം യൂറിയോടെലിക് ആനിമൽസ് ആണ്. ഇനി ടെലിസം കാണിക്കുന്നത് ആരാണ്? നമ്മുടെ റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ലാൻഡ് സ്നെയിൽസ്, ഇതൊക്കെയാണ് യൂറിക്കോടെലിക് അല്ലെങ്കിൽ യൂറിക് ആസിഡ് പുറത്ത് വിടുന്ന ആനിമൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂറിക് ആസിഡ് വളരെ ലീസ്റ്റ് ടോക്സിക് ഫോം ആണെന്നും പറയാനായിട്ട് പറ്റും. ഇനി വേറെ കുറച്ച് നമ്മുടെ ആനിമൽസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് 1 വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാം, നമ്മുടെ മാച്ച് ദി ഫോളോയിങ്ങിൽ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. പ്രോട്ടോനെഫ്രീഡിയ എവിടെയാണ് നമുക്ക് പ്രോട്ടോനെഫ്രീഡിയ കാണാൻ പറ്റുക? യെസ്, നമ്മുടെ പ്ലാറ്റി ഹെലിമെന്തസിലാണ്.
അതുപോലെ തന്നെ സെഫാലോകോഡേറ്റ്സിലാണ് നമുക്ക് ആംഫിയോക്സസ് എന്ന് പറയുന്ന ആനിമൽസിലൊക്കെയാണ് നമ്മൾ പ്രോട്ടോനെഫ്രീഡിയ, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തും കൂടെ വിളിക്കാനായിട്ട് പറ്റും, ഫ്ലെയിം സെൽസ് എന്നും കൂടെ വിളിക്കാൻ പറ്റും. അപ്പോൾ അത് കാണപ്പെടുന്നത് പ്ലാറ്റി എലിമെന്തസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേംസിലാണെന്ന് പറയാം. ഇനി അടുത്ത ഒരു സ്ട്രക്ചറാണ് നെഫ്രീഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. അതെവിടെയാണ് കാണുന്നത്? നമ്മുടെ അനലിറ്റ്സ് ആണ്, ലൈക്ക് നമ്മുടെ എർത്ത് വോമിലൊക്കെയാണ് നെഫ്രീഡിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് മാൽപീജിയൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ആരുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ അല്ല, ഓർഗനാണ്, നമ്മുടെ ഇൻസെക്ട്സ് അല്ലേ, കോക്രോച്ച് ഒക്കെ വരുന്ന ആ ഒരു ക്ലാസ്സിലാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് വരുന്നത്. ദെൻ ഗ്രീൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ആൻറ്റിനൽ ഗ്ലാൻസ് വരുന്നത് പ്രോൺസിലൊക്കെയാണ് കേട്ടോ, അതായത് ക്രസ്റ്റേഷ്യൻസിലാണ് വരുന്നതാണ്. ആൻഡ് കിഡ്നീസ് വരുന്നത് നമ്മുടെ വെർട്ടിബ്രേറ്റ്സിലാണ്. അപ്പോൾ ഇത്രയും ഓർഗൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം അതിനകത്ത് മെയിൻ റോൾ ആർക്കാണ് മക്കളെ? കിഡ്നിക്കാണ്. യെസ്, കിഡ്നിയാണ് അവിടെ മേജർ റോൾ വഹിക്കുന്നത്. അപ്പോൾ കിഡ്നിയുടെ ലൊക്കേഷനൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കിഡ്നി തൊറാസിക് റീജിയനിലാണ് അല്ലേ, തൊറാസിക് റീജിയനിലാണ് നമ്മുടെ വെർട്ടിബ്രേറ്റിൻ്റെ നമ്മുടെ രണ്ട് വെർട്ടിബ്രൽ ആ ഒരു ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ കിഡ്നീസ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 മുതൽ 12 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 5 മുതൽ 7 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 2 to 3 സെൻറ്റിമീറ്റർ അതിൻ്റെ തിക്നെസ്സും വരുന്നുണ്ട്. ആൻഡ് കിഡ്നിയുടെ ആ ഒരു കളർ എന്ന് പറയുന്നത് എന്താണ്? റെഡിഷ് ബ്രൗൺ കളറിലാണ് കിഡ്നി കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബീൻ ഷേപ്ഡ് ആണ്. അപ്പോൾ ഇത്രയുമാണ് കിഡ്നിയുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കിഡ്നി ഇരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കിഡ്നീൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് പറ്റും? ഇൻഫീരിയർ വീനക്കാവ അല്ലേ. അപ്പോൾ കിഡ്നിയിൽ നിന്നും ആ ഒരു ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് നമ്മുടെ ലോവർ റീജിയനിൽ നിന്നും ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ റീനൽ ആർട്ടറി കാണാനായിട്ട് പറ്റും അല്ലേ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇൻഫീരിയർ വീനക്കാവയിൽ തന്നെയാണ് റീനൽ വെയിൻ ആയിട്ട് മാറുന്നത്. ആൻഡ് നമ്മുടെ അയോട്ടയാണ് നമ്മുടെ റീനൽ ആർട്ടറി ആയിട്ട് മാറുന്നത്. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മുടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഔട്ടർ സർഫസിനെ, നമ്മുടെ കിഡ്നിയുടെ ഔട്ടർ സർഫസിനെ നമുക്ക് എന്താണ് വിളിക്കുന്നത്? നമ്മുടെ മെഡുല്ല റീജിയൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഔട്ടർ സർഫസിനെ മെഡുല്ല റീജിയൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഒരു ഇന്നർ സർഫസ് ഉണ്ട് അല്ലേ. ഇന്നറിൽ നമുക്ക് കോട്ടക്സും ഔട്ടർ മെഡുല്ലയായിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഹൈലം എന്ന് പറയുന്ന റീജിയൻ കാണാൻ പറ്റും. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ബ്ലഡ് വെസൽസ് എല്ലാം എൻ്റർ ചെയ്യുന്ന ഈ ഒരു റീജിയനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു റീജിയൻ ഉണ്ട്, കോൺവെക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യുന്ന ഈ ഒരു റീജിയനെ നമ്മൾ പെൽവിസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ പെൽവിസ് ഉണ്ട്, മെഡുല്ലയുണ്ട്, കോട്ടക്സ് ഉണ്ട്, ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? നെഫ്രോണിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നെഫ്രോൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയാണ് നെഫ്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെഫ്രോൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ യൂണിറ്റ് ആണ് നമ്മുടെ കിഡ്നിയുടെ. അപ്പോൾ ഈ പേര് നിങ്ങൾ മറന്നു പോകരുത്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ നെഫ്രോണിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കേ. റീനൽ കോളം വരുന്നുണ്ട്, മെഡുലറി പിരമിഡ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു പിരമിഡ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ മെഡുലറി പിരമിഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു അറ്റം പോലത്തെ സ്ട്രക്ചറിലെ ആ ഒരു ഭാഗമാണ് നമ്മുടെ റീനൽ കോളം എന്ന് പറയുന്നത്. ആൻഡ് ഇതെല്ലാം കൂടെ വന്ന് കളക്ട് ചെയ്യുന്ന ഈ ഒരു റീജിയനാണ് നമ്മുടെ റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ. റീനൽ പെൽവിസ് നോക്കിയോ, ഇതാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്ന റീജിയൻ. ആൻഡ് നമുക്കിവിടെ ഈ കുറേ ഇങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇതിന് നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നെഫ്രോണിനെ നമ്മൾ ഗ്ലോമറുലസ് എന്നും റീനൽ ട്യൂബ്യൂൾ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് വരുന്നത്? കുറേ നമ്മുടെ ക്യാപ്പിലറീസ് ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ടവും അതിൻ്റെ കൂടെ തന്നെ എഫറൻ്റ് ആർട്ടീരിയോളും ഇഫറൻ്റ് ആർട്ടീരിയോളുമാണ് നമ്മുടെ ഗ്ലോമറുലസിൽ വരുന്നത്. ആൻഡ് ഗ്ലോമറുലസിൻ്റെ പിക്ചർ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയോളൂ. ഇവിടെ എഫറൻ്റ് ആർട്ടീരിയോൾ അല്ലേ, ഈ കാണുന്നതാണ് എഫറൻ്റ് ആർട്ടീരിയോൾ. ആൻഡ് അതിൽ നിന്ന് പോകുന്നതാണ് ഇഫറൻ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ക്യാപ്പിലറീസിൻ്റെ ഒരു ടഫ്റ്റ് കാണാനായിട്ട് പറ്റും. ഇത്രയും ചേർന്നതാണ് എന്ത്? നമ്മുടെ ഒരു ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഓക്കെ. ഗ്ലോമറുലസിന് താഴെയായിട്ട്
ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ അല്ലേ? കപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു ഗ്ലോമറുലസിൽ വരുന്നത്. ഗ്ലോമറുലസിന് തൊട്ട് താഴെയായിട്ട് ബൗമൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് നെഫ്രോൺ വിത്ത് അഡോറബിൾ ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ബൗമൻസ് ക്യാപ്സ്യൂൾ വിത്ത് ഗ്ലോമറുലസ് ഈസ് കോൾഡ് റീനൽ കോർപ്പസൽ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മക്കളെ റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ചേർന്നിട്ടാണ് വരുന്നത്? നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? നമ്മുടെ മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. അപ്പോൾ അത് മാറിപ്പോരുത്. റീനൽ കോർപ്പസലും റീനൽ ബോഡിയൊന്നും നിങ്ങൾ മാറ്റി പറയരുത് കേട്ടോ. മാൽപീജിയൻ ബോഡിയാണ് ആൻഡ് റീനൽ കോർപ്പസൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ നമ്മുടെ എഫറൻറ്റ് ആർട്ടീരിയോൾ ഉണ്ട്. ആൻഡ് അത് നമ്മുടെ ഒരു ടഫ്റ്റ് ഓഫ് സ്ട്രക്ചർ കാപ്പിലറീസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഇഫറൻറ്റ് ആർട്ടീരിയോളിലൂടെ ബ്ലഡ് തിരിച്ചിങ്ങനെ ഒഴുകുന്നു. ഓക്കെ, അതുകൂടാതെ നമ്മുടെ ബൗമൻസ് ക്യാപ്സ്യൂളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഒരു ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്, ആൻഡ് എ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്, ആൻഡ് എ കളക്ടിങ് ഡക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ കിഡ്നിയിലെ നെഫ്രോണിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ അല്ലെങ്കിൽ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ് ഫസ്റ്റ് നമുക്ക് കാണപ്പെടുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ PCTയിൽ കാണപ്പെടുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഹൈലി കോയിൽഡ് ലോങ് ആൻഡ് തിൻ ട്യൂബ്യൂൾ ഫോളോഡ് ബൈ ബൗമൻസ് ക്യാപ്സ്യൂൾ. നമ്മൾ ഈ ബൗമൻസ് ക്യാപ്സ്യൂൾ കണ്ടല്ലോ. ബൗമൻസ് ക്യാപ്സ്യൂൾ കാണുമ്പോൾ ഈ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും നേരെ താഴോട്ട് പോകുന്ന ഭാഗമാണ് എന്ത് പറയുന്നത്? ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ നേരെ താഴോട്ട് വരുന്നത്. അതായത് ഈ ഒരു സ്ട്രക്ചറിൽ എടുത്താൽ ഈ ഒരു ഭാഗം അല്ലേ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇത് നേരെ പോകുന്ന എങ്ങോട്ടേക്കാണ്? ഹെൻലീസ് ലൂപ്പിലേക്കാണ്. ഇവിടെ ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടില്ലേ? ഇതിനെയാണ് നമ്മൾ ഹെൻലീസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഹെൻലീസ് ലൂപ്പിന് ശേഷം വരുന്ന ഭാഗമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ DCT എന്ന് പറയും. ഇത് PCT, അത് DCT. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കളക്ടിങ് ഡക്റ്റ് ഉണ്ട് അല്ലേ? കളക്ടിങ് ഡക്റ്റ് എന്ന് പറയുന്നത് കുറേ ഇങ്ങനെ ബ്രാഞ്ചസ് ഉള്ളതാണ്. അതായത് നമുക്ക് ഈ ഒരു നെഫ്രോൺ മാത്രമല്ല ഉള്ളത്, ഒരുപാട് നെഫ്രോൺസ് ഉണ്ട് അല്ലേ? ഈ നെഫ്രോൺസ് എല്ലാം വന്ന് ജോയിൻ ആവുന്നത് ഈ ഒരു കളക്ടിങ് ഡക്റ്റിലോട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ PCT എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം മക്കളെ. PCT എന്ന് പറയുന്നത് എന്താണ്? ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ ഫസ്റ്റ് ഒരു സ്ട്രക്ചറാണ്. ആൻഡ് അടുത്തതായിട്ട് വരുന്ന ഹെൻലീസ് ലൂപ്പാണ്. അതിനുശേഷം വരുന്നത് DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളാണ്. അതിനുശേഷമാണ് നമ്മുടെ കളക്ടിങ് ഡക്റ്റിലോട്ട് എത്തുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വരുന്നത് പാർട്സ് ഓഫ് നെഫ്രോൺ അല്ലേ? നമ്മുടെ നെഫ്രോണിൻ്റെ പാർട്സ് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഔട്ടർ കോർട്ടക്സ് റീജിയണും ഔട്ടർ ആയിട്ടുള്ള കോർട്ടക്സ് റീജിയണും കോർട്ടക്സിൽ എവിടെ ഓക്കെ ഔട്ടർ കോർട്ടക്സ് റീജിയണും ആൻഡ് ഇന്നർ മെഡുല്ല റീജിയണുമാണുള്ളത്. അപ്പോൾ നമ്മുടെ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ബൗമൻസ് ക്യാപ്സ്യൂളും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോമറുലസും കൂടെ ചേർന്നിട്ടാണ് മാൽപീജിയൻ കോർപ്പസലായിട്ട് വരുന്നത്. അത് കോർട്ടക്സ് റീജിയനിലാണ് കാണപ്പെടുന്നത്, ഔട്ടർ റീജിയനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇന്നർ റീജിയനിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? മെഡുല്ല കാണാനായിട്ട് പറ്റും. ഇന്നർ മെഡുല്ലയാണ്. ആൻഡ് നമുക്ക് ആ ഹെൻലീസ് ലൂപ്പ് മെഡുല്ല റീജിയനിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കളക്ടിങ് ഡക്റ്റ് മെഡുല്ല റീജിയനിലാണ്. റീനൽ പിരമിഡും മെഡുല്ല റീജിയനിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ടൈപ്പ് ഓഫ് നെഫ്രോണിലേക്കാണ്. 2 ടൈപ്പ് നെഫ്രോൺ ആണ് നമുക്കുള്ളത്. ഏതാണ്? കോർട്ടിക്കൽ നെഫ്രോൺസ് ഉണ്ട്, ജെക്സ്ട്രാ മെഡുല്ലറി നെഫ്രോൺസ് ഉണ്ട്. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഫ്രോൺസ് വേർ ദ ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ടു ഷോർട്ട് and extend only very little into the medulla is called cortical nephrons. അവിടെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ പ്രത്യേകത എന്താണ്? വെരി ലിറ്റിൽ, ഓൺലി വെരി ലിറ്റിൽ ആണ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. നമ്മുടെ ആ യു ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലേ താഴോട്ട് വരുന്നത്, അതെന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആൻഡ് നമ്മൾ ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ലൂപ്പ് ഓഫ് ഹെൻലി വളരെ നീളം കൂടിയ ലൂപ്പ് ഓഫ് ഹെൻലിയാണ് അവിടെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ്? കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്, ജെക്സ്ട്രാ മെഡുലറി നെഫ്രോൺസ് അല്ല.
ആൻഡ് ഇവിടെ നമുക്ക് അടുത്തൊരു സ്ട്രക്ചർ ഉണ്ട്, എന്താണ് വാസ റെക്റ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഈ PCT DCT ഒക്കെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് വേറൊരു സ്ട്രക്ചറും കൂടെ കണ്ടായിരുന്നു അല്ലേ, ഒരു ബ്ലൂ കളേർഡ് സ്ട്രക്ചറിലെ ഇതാണ് നമ്മുടെ വാസ റെക്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസ റെക്റ്റ എന്ന് പറയുന്നതിന് എന്താണ്, ഒരു ഡിസ്റ്റൽ, അതായത് ഒരു താഴോട്ടുള്ളൊരു ഡിസ്റ്റൽ എൻഡും ഉണ്ട്, ഒരു അസെൻഡിങ് ലിംബും ഉണ്ട്, ഒരു ഡിസെൻഡിങ് ലിംബും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് ഉള്ളതുപോലെ തന്നെ വാസ റെക്റ്റയ്ക്കും അസെൻഡിങ് ലിംബും ഡിസെൻഡിങ് ലിംബും ഉണ്ട്. അപ്പോൾ അസെൻഡിങ് ലിംബ് എന്താണ്, താഴോട്ട് പോകുന്നതാണ് അസെൻഡിങ് ലിംബ് എന്ന്, ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് മുകളിലോട്ട് പോകുന്നതാണ് അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് നമ്മുടെ യൂറിൻ ഫോർമേഷനിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ആൾക്കാരൊക്കെയാണ്, ഈ ഒരു പാർട്സൊക്കെയാണ് നമ്മുടെ യൂറിൻ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ യൂറിൻ ഫോർമേഷന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ, കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഇത് മുതലുള്ള പോർഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ഭാഗങ്ങളാണ് ദ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് റീ അബ്സോർപ്ഷൻ ആണ്. മൂന്നാമത്തത് സെക്രീഷൻ ആണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പിലൂടെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് എവിടെ വെച്ചായിരിക്കും നടക്കുന്നത്? യെസ്, ഗ്ലോമറുലസിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത് അല്ലേ. അതിനെ തന്നെയാണ് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ മാത്രമല്ല, അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ആൻഡ് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് 3 ലെയറിലൂടെയാണ് മക്കളെ നടക്കുന്നത്. 3 ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ 3 ലെയർ മുൻപേ പരിചയമുള്ള 3 ലെയറുകളാണ്. കാരണം എന്താണ്, നമ്മുടെ ആ ഒരു ബ്രീത്തിങ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലേ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നമ്മൾ ഈ 3 ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. ഈ ഒരു വെസലിൻ്റെ ഒരു പേരിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, പക്ഷേ ഇവിടെ ആ ഒരു വെസൽസ്, അതായത് ലെയേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ 1, ആൻഡ് എപ്പിത്തീലിയം ഓഫ് ബൗമൻസ് ക്യാപ്സ്യൂൾ. ഈ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, എൻഡോത്തീലിയം ഓഫ് ഒരു ബ്ലഡ് വെസൽ, ആൻഡ് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദി എൻഡോത്തീലിയം ഓഫ് ദി ലെയർ ഓഫ് എന്താണ് നമ്മുടെ ബ്ലഡ് വെസലും പിന്നെ എപ്പിത്തീലിയത്തിൻ്റെയും ഇടയിലൊരു ബേസൽ മെംബ്രെയിനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആ ഒരു 3 ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയറിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് മക്കളെ എന്ത് നടക്കുന്നത്? ഈ ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫിൽട്രേഷൻ നടക്കുന്നത് നോക്കാം. ഇവിടെ ഈ ഫിൽട്രേഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ്, അവിടെ പോഡോസൈറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് കേട്ടോ. ബൗമൻസ് ക്യാപ്സ്യൂൾ, എപ്പിത്തീലിയം ഓഫ് ദി ബൗമൻസ് ക്യാപ്സ്യൂൾ possess specialized cells called podocytes which are arranged in an intricate manner to form filtration slits or slit pores. അപ്പോൾ അവിടെ നമുക്ക് കുറേ പോർസ് പോലത്തെ റീജിയൻ കാണാൻ പറ്റും. എവിടെയാണ്? ബൗമൻസ് ക്യാപ്സ്യൂളിൽ. നമ്മൾ ഈ കാണുന്ന ബൗമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് കുറേ പോർസ് കാണാൻ പറ്റും കേട്ടോ. ഈ കുറേ ഇവിടെ പോർസ് കാണാനായിട്ട് പറ്റും. ആ പോർസിനെയാണ് നമ്മൾ പോഡോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പോഡോസൈറ്റുകളിലൂടെയാണ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വരുന്ന ആ ഒരു അൾട്രാ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, അവിടെ നിന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് നോക്കിയോളൂ. The blood except plasma, അല്ലെ, plasma except the proteins pass on to the lumen of Bowman's capsule which called glomerular filtrate. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് all constituents of the blood, എല്ലാ ബ്ലഡിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ടാവും എക്സെപ്റ്റ് പ്ലാസ്മ ആൻഡ് എക്സെപ്റ്റ് പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിലേക്കാണ്. GFR ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? The volume of fluid formed from the glomerular capillaries into the Bowman's capsule per unit time. അതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായി അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേറ്റ് എത്രത്തോളം ഉണ്ടായി എന്നതിനെയാണ് നമ്മൾ GFR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GFR, മനുഷ്യനിലുള്ള GFR എത്രയാണെന്ന് നോക്കൂ. ഇൻ മാൻ GFR ഈസ് 125 ml per minute ആണ്. ഒരു മിനിറ്റിൽ 125 ml ഒരു ഫിൽട്രേറ്റ് ആണ് ഉണ്ടാവുന്നത്. അതായത് 180 ലിറ്റർ ആണ് ഒരു ഡേയിൽ ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന സാധനം. അൾട്രാ ഫിൽട്രേറ്റ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത്രയും യൂറിൻ അല്ല ഉണ്ടാവുന്നത്, ഇത്രയും അൾട്രാ ഫിൽട്രേറ്റ് ആണ് ഉണ്ടാവുന്നത്.
ആൻഡ് അടുത്തതായിട്ട് നമ്മൾ വരുന്നത് JGA അല്ലെങ്കിൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസിലോട്ടാണ്. ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബൗമൻസ് ക്യാപ്സ്യൂളും ആ ബൗമൻസ് ക്യാപ്സ്യൂളിൻ്റെ എഫറൻറ്റ് ആർട്ടീരിയോളിൻ്റെ ഇടയിൽ, അതായത് ആ ഒരു ഭാഗത്ത് വാസ റെക്റ്റയുമായിട്ട് നമ്മുടെ ആ ഒരു ബന്ധപ്പെടുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നതാണ് ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്താണ്? സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ഫോംഡ് ബൈ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് എഫറൻറ്റ് ആർട്ടീരിയോൾ. എഫറൻറ്റ് ആർട്ടീരിയോളും DCTൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? JGA എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ JGA എന്ന് പറയുന്നതിന് ഈ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം ഒരു പങ്കുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ GFR കുറയുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ JGA സെൽസ് എന്താവും? ആക്ടിവേറ്റ് ആവും അല്ലേ? അപ്പോൾ JGA സെൽസ് ആക്ടിവേറ്റ് ആവും. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ JGA സെൽസ് ആക്ടിവേറ്റ് ആകുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ഇത് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പം, അതായത് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഫിൽട്രേഷൻ റേറ്റ് കുറയുക എന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിലൂടെ, ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കുറച്ചൊരു കൺസ്ട്രിക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലഡ് വെസലിന്. അപ്പോൾ ഇതൊരു വാസോ കൺസ്ട്രിക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിലൂടെ എന്താവും? ഇത് നമ്മുടെ ആ ഒരു നോർമലിലോട്ട് വരികയാണ്. GFR ബാക്ക് ടു നോർമലിലോട്ട് വരികയാണ്, വിച്ച് സ്റ്റിമുലേറ്റ് ദ ബ്ലഡ് ഫ്ലോ. ആൻഡ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് റീനൽ റീഅബ്സോർപ്ഷൻ ആണ് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീനൽ റീഅബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഈ ഉണ്ടായ അൾട്രാ ഫിൽട്രേറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? യൂറിനായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണ് മക്കളെ? അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണുള്ളത്. അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറന്തള്ളാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ റീഅബ്സോർബ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതൊരു സെലക്റ്റീവ് പ്രോസസ്സാണ്. ആൻഡ് ട്രാൻസ്ഫർ ഓഫ് യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ടു ദി നമ്മുടെ ക്യാപ്പിലറീസിലേക്ക് തന്നെ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ തിരിച്ചെടുക്കുകയാണ്. ആൻഡ് ഈ 180 ലിറ്റേഴ്സിൽ ഏകദേശം 99% നമ്മൾ തിരിച്ച് വലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 180 ലിറ്റേഴ്സിൽ 99% വലിച്ചാൽ ഏകദേശം 1 ലിറ്ററൊക്കെയാണ് അല്ലേ നമ്മുടെ ഒരു യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനി യൂറിൻ പാസ് ചെയ്യുന്ന ഈ ഒരു റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എനർജി ചിലവാക്കിക്കൊണ്ടാണ്, എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് സോഡിയം, ഇതൊക്കെയാണ് നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് റീഅബ്സോർബ് ചെയ്യുന്നതെന്ന്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് സോഡിയം, ഇതൊക്കെയാണ് അതിനകത്ത് ആക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യുന്നത് കേട്ടോ. ആക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യുന്നത്, അതായത് എനർജി യൂസ് ചെയ്തുകൊണ്ട് റീഅബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ പാസീവ് പ്രോസസ്സായിട്ട് കൊടുത്തിട്ടുള്ളത് നൈട്രജനസ് വേസ്റ്റ് ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ്, ഇതൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂറിയയും യൂറിക് ആസിഡൊക്കെ തിരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നുണ്ട്. അത് പാസീവ് പ്രോസസ്സിലൂടെയാണ്, അതായത് അതിനെ പ്രത്യേകിച്ച് എനർജി ഒന്നും ചിലവാക്കാത്ത പ്രോസസ്സാണ്. സോ ഇവിടെ നമുക്ക് നോർമൽ യൂറിൻ കിട്ടുന്നത് 1.5 ലിറ്റേഴ്സ് ആണ് ഒരു ദിവസം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്രീഷൻ എന്ന് പറയുമ്പം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? ആക്റ്റീവ് സെക്രീഷൻ ഓഫ് സം സബ്സ്റ്റൻസ് ലൈക്ക് H+, K+ ആൻഡ് അമോണിയ, ഇത്രയും കാര്യങ്ങളുടെ സെക്രീഷനാണ് നടക്കുന്നത്. H+ഉം K+ഉം അതുപോലെ അമോണിയയുമാണ് ഇവിടെ സെക്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഫ്രം ബ്ലഡ് ടു ദി റീനൽ ട്യൂബ്യൂൾ, ബ്ലഡിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്കാണ് ഈ സെക്രീഷൻസ് എല്ലാം നടക്കുന്നത്. ആൻഡ് ഇത് എലിമിനേറ്റ് ചെയ്യും ത്രൂ ദ ഫിൽട്രേറ്റ് വഴി ഇത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞു H+ഉം K+ഉം അമോണിയം ഒക്കെ ഫിൽട്രേറ്റിലോട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ pH അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. pH ആൻഡ് അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രീഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, യൂറിൻ ഫോർമേഷൻ്റെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇനി ആ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ. അതാണ് നമ്മുടെ ഒരു ബൗമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു ഭാഗം. അവിടെയാണ് നമുക്ക് സിമ്പിൾ ബ്രഷ് ബോർഡേർഡ് എപ്പിത്തീലിയം സെൽസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനാണ്, അബ്സോർപ്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത്. ആൻഡ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 70 to 80% of electrolytes and nutrients with water are reabsorbed by this segment. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എവിടെ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും വാട്ടറിൻ്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ വെച്ചിട്ടാണ്. ആ ഫസ്റ്റ് പോർഷനിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ എല്ലാം റീഅബ്സോർപ്ഷൻ നടക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മെയിൻറ്റെയിൻസ് pH ആൻഡ് അയണിക് ബാലൻസ് ബൈ സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് H+ അയോൺസ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ PCTയിൽ നമ്മുടെ H+ അയോൺസും അതുപോലെ തന്നെ K+ അയോൺസ് എല്ലാം സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഭാഗമാണ് നമ്മുടെ ഹെൻലീസ് ലൂപ്പ് അല്ലേ. അപ്പോൾ ഹെൻലീസ് ലൂപ്പ് നമ്മുടെ കോർട്ടിക്കൽ നെഫ്രോൺസിൽ വളരെ ചെറുതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മിനിമം ക്വാണ്ടിറ്റി ഓഫ് റീഅബ്സോർപ്ഷൻ ആണ് നമ്മുടെ ഹെൻലീസ് ലൂപ്പിൽ വെച്ചിട്ട് നടക്കുന്നത്. ആൻഡ് ഇവിടെയും നമ്മുടെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമാണ്. അതായത് ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വരും കേട്ടോ ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ആ ഒരു റീജിയൻ കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു സ്ഥലമുണ്ടല്ലോ നമ്മുടെ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും എല്ലാം ഉള്ളതിൻ്റെ പുറം ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർസ്റ്റീഷ്യൽ റീജിയൻ അല്ലെങ്കിൽ മെഡുലാർ ഇൻ്റർസ്റ്റീഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ദ അസെൻഡിങ് ലിംബ് അല്ലേ. അതിൻ്റെ തന്നെ അസെൻഡിങ് ലിംബുണ്ട്. അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് എന്തിനൊക്കെ പെർമിയബിൾ ആണ് മക്കളെ? എന്തിന് പെർമിയബിൾ ആണെന്ന് നോക്കിയോളൂ. ഇലക്ട്രോലൈറ്റ്സിന് പെർമിയബിൾ ആണ്. ഇലക്ട്രോലൈറ്റ്സ് പുറത്തോട്ട് പോകാനും അകത്തോട്ട് വരാനൊക്കെ അവർ പെർമിയബിൾ ആണ് ഈ അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വാട്ടറിന് ഇംപെർമിയബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ അസെൻഡിങ് ലിംബിൽ വാട്ടറിന് ഇംപെർമിയബിൾ ആയിട്ടാണ് മാറുന്നത്. ആൻഡ് ഡിസെൻഡിങ് ലിംബിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? വാട്ടറിന് പെർമിയബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പെർമിയബിൾ ടു വാട്ടർ അല്ലേ. ഡിസെൻഡിങ് ലിംബിൽ വാട്ടറിന് പെർമിയബിൾ ആണ് ആൻഡ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. നേരെ തിരിച്ചാണല്ലേ വരുന്നത്. അതായത് താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ എല്ലാം പുറത്തോട്ട് പോകുന്നുണ്ട്. ആൻഡ് മുകളിലോട്ട് കയറുമ്പം ഇലക്ട്രോലൈറ്റ്സ് ആണ് പുറത്തോട്ട് പോകുന്നത്. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ DCT, ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണ് അല്ലേ. ആ ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ എന്താണ് ചെയ്യുന്നത്? റീഅബ്സോർപ്ഷൻ ഓഫ് HCO3 Na+ വാട്ടർ. ഇവിടെയും കുറേ റീഅബ്സോർപ്ഷൻസ് നടക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും റീഅബ്സോർബ് ചെയ്യുന്നത് HCO3നെയും Na+നെയും പിന്നെ കുറച്ച് വെള്ളത്തിനെയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് നടക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാഷ്യം അയോൺസ് H+ ആൻഡ് K+ അയോൺസിനെ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയും പൊട്ടാഷ്യം സോഡിയം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബ്ലഡിലുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇത് നടക്കുന്നത്. അടുത്ത ഭാഗമാണ് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ് അല്ലേ. യൂറിൻ ഫോമിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് അബ്സോർബ് ടു പ്രൊഡ്യൂസ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. അവിടെ എത്തുമ്പോഴത്തേനും യൂറിൻ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആക്കണം. അപ്പോൾ അവിടെ നിന്നും കുറേ എമൗണ്ട് ഓഫ് നമ്മുടെ വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പെർമിയബിൾ ടു യൂറിയ ഇൻറ്റു മെഡുലറി ഇൻ്റർസ്റ്റീഷ്യം. ആ ഭാഗത്ത് നിന്നാണ് മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ പാസീവായിട്ടുള്ള ഫ്ലോ ഇല്ലേ, അതായത് നമ്മുടെ യൂറിയൊക്കെ തിരിച്ച് കുറച്ച് ബ്ലഡിലോട്ട് തന്നെ കയറുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നാണ്. കളക്റ്റിംഗ് ഡക്റ്റാണ് പെർമിയബിൾ ടു നമ്മുടെ എന്താണ് യൂറിയയ്ക്കൊക്കെ പെർമിയബിൾ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ ഓസ്മോളാരിറ്റി ഇൻ ഇൻഡസ്ട്രീഷ്യൽ മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൽ റീജിയനിൽ ഹൈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലാണ്. ആൻഡ് ഓൾസോ ഇവിടെയും എന്ത് നടക്കുന്നുണ്ട്? pH അയണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അടുത്തായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ്, ഇപ്പോൾ കിട്ടിയ ഫിൽട്രേറ്റിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നോക്കുന്നത്. എന്താണ്? നമുക്ക് മാമൽസിനെല്ലാം യൂറിൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം നമ്മൾ പറയുമ്പം ഈ ഒരു ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാം. അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട.
കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വാസ റെക്റ്റയാണ്, അവിടെയുള്ള ബ്ലഡ് വെസൽസ് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹെൻലീസ് ലൂപ്പാണ്. അപ്പോൾ ഈ രണ്ടിലും കൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി വെച്ചെന്നേ ഉള്ളൂ, പക്ഷേ ഇത് രണ്ടും കൂടെ അടുത്തടുത്താണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓസ്മോളാരിറ്റിയിൽ നോക്കിക്കോളൂ, ഇവിടെ മേളിൽ റീജിയൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഏത് റീജിയൻ ആണ്, ഉള്ളിൽ ദ കോർട്ടിക്കൽ റീജിയൻ ആണ്, താഴെയാണ് ദ മെഡുല്ല റീജിയൻ ഉള്ളത് അല്ലേ. ഈ ഒരു മെഡുല്ല റീജിയൻ ഇത് കോർട്ടെക്സ് ആണ്, ഇത് ഔട്ടർ മെഡുല്ലയാണ്, ഇത് ഇന്നർ മെഡുല്ല റീജിയൻ ആണ്. ആൻഡ് കോർട്ടെക്സിലെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 300 ആണ് ഇവിടുത്തെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ വാസ റെക്റ്റയിലോട്ട് വരുമ്പോൾ വാസ റെക്റ്റയുടെ ഡിസെൻഡിങ് ലിംബും ഉണ്ട്, വാസ റെക്റ്റയ്ക്ക് അസെൻഡിങ് ലിംബും ഉണ്ട്. ഇവിടെ അസെൻഡിങ് ലിംബിൽ എന്താണ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിന് ഇംപെർമിയബിൾ ആണ്, ആൻഡ് ഇവിടെ വാട്ടറിന് പെർമിയബിളും ആണ് അല്ലേ. ഇപ്പം ഡിസെൻഡിങ് ലിംബിൽ വാട്ടറിന് പെർമിയബിളും ആണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൻലീസ് ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവരുടെ അസെൻഡിങ് ലിംബിലൂടെ ഇലക്ട്രോലൈറ്റ്സ് പുറത്തു വരുന്നത് കാണാം. അതുപോലെ തന്നെ ഡിസെൻഡിങ് ലിംബിലൂടെ, ഇതാണ് ഡിസെൻഡിങ് ലിംബ്, ഇതിലൂടെ H2O പെർമിയബിൾ ആണ്. ഓക്കെ, H2O പെർമിയബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ അൾട്രാ ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഈ അൾട്രാ ഫിൽട്രേറ്റ് വരുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്ത് താഴോട്ട് വരുമ്പം ഇവിടെ നിന്ന് വാട്ടർ എല്ലാം പുറത്തോട്ട് പോകും. വാട്ടർ എല്ലാം പുറത്തോട്ട് പോകുമ്പോൾ ഒരു സൊല്യൂഷനിൽ നിന്നും വാട്ടർ കൂടുതൽ പുറത്തോട്ട് പോയാൽ ആ സൊല്യൂഷൻ എന്ത് സംഭവിക്കും, യെസ്, അത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും അല്ലേ. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും അവിടെ ആ ഒരു സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും മക്കളെ, ഇതിങ്ങനെ കോൺസെൻട്രേറ്റഡ് ആവും. അതുകൊണ്ടാണ് ഇവിടെ 1200 അല്ലേ 1200 ഓസ്മോളാരിറ്റിയിലേക്ക് വരുന്നത്. ആൻഡ് മുകളിലോട്ട് പോകും തോറും അവിടെ പിന്നീട് എന്ത് സംഭവിക്കുകയാണ്, വാട്ടറിൻ്റെ ഒരു പെർമിയബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് അവിടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ പെർമിയബിലിറ്റിയാണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇലക്ട്രോലൈറ്റ്സ് ഒത്തിരി ഈ ഒരു മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൽ റീജിയൻ, ഈ റീജിയനാണ്, ഈ പുറമേ കാണുന്ന റീജിയനാണ് മെഡുലറി ഇൻ്റർസ്റ്റീഷ്യൽ റീജിയൻ എന്ന് പറയുന്നത്. ആ ഒരു റീജിയനിൽ എന്ത് സംഭവിക്കും, കുറേ ഇലക്ട്രോലൈറ്റ്സ് വരും. അപ്പോൾ ഈ റീജിയനിലെ ഗ്രേഡിയൻറ്റ് വളരെയധികം കൂടും. ഓക്കെ, ഇങ്ങനെ കൂടുമ്പോൾ ഇവിടെ തിരിച്ചെത്തുന്ന, അതായത് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിലൂടെ എത്തുന്ന ആ ഒരു നമ്മുടെ യൂറിൻ അല്ലെങ്കിൽ യൂറിൻ്റെ മുമ്പുള്ള ആ ഒരു ഫോമിൽ നിന്നും വീണ്ടും ആ ഒരു കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു വാട്ടറിന് പെർമിയബിൾ ആണ്, അതുപോലെ തന്നെ യൂറിയയ്ക്കും പെർമിയബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്കൊരു ഹയർ അയണിക് അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ഓസ്മോളാരിറ്റി പുറത്തുണ്ടാകുമ്പോൾ ഇവിടെ അകത്തുള്ള വാട്ടർ എല്ലാം പുറത്തോട്ട് വരും അല്ലേ. അതിനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി പുറത്തോട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിലൂടെയാണ് ഇവിടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ്, വിച്ച് ഇസ് ദ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻസ്. കിഡ്നീൻ്റെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് വരുന്നത് ADH ആണ്, അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണ് ഏതൊക്കെ, നമ്മുടെ ADH അല്ലെങ്കിൽ വാസോപ്രസിനും അതുപോലെ തന്നെ ഓക്സിറ്റോസിനും. അപ്പോൾ ഈ വാസോപ്രസിൻ നമ്മൾ ഭയങ്കരമായി ചൂടെടുത്ത് വേർത്ത് ഇരിക്കുകയാണ്, നമ്മുടെ ബോഡിയിൽ വാട്ടർ ലെവൽ വല്ലാതെ കുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുകയോ കുറയോ, യെസ്, നമ്മുടെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓസ്മോളാരിറ്റി കൂടുമ്പോൾ അവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും. അങ്ങനെയുള്ള സമയത്ത് ദി ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നും അല്ലേ, കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്നും കൂടുതൽ ഇങ്ങനെ വെള്ളത്തെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വാട്ടർ, നമ്മുടെ ആ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലുള്ള വാട്ടർ പെർമിയബിൾ ടു വാട്ടർ ആയിരിക്കും, ആൻഡ് അത് റീഅബ്സോർബ് ചെയ്യപ്പെടും. ആൻഡ് നമ്മുടെ യൂറിൻ ഹൈപ്പർ ടോണിക് ആവും, അതായത് അമിതമായിട്ട് വെള്ളം നമ്മുടെ യൂറിനിലൂടെ നഷ്ടപ്പെടുന്നത് ഈ വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വേർതിരിക്കുന്ന സമയത്ത് അത് നിർത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ബ്ലഡ് പ്രഷർ ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. അതായത് നമ്മൾ ADH എന്ന് പറയുന്ന സാധനം ഒരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. വാസോ കൺസ്ട്രിക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്ലഡ് വെസലിനെ ചെറുതായിട്ട് കൺസ്ട്രിക്റ്റ് ചെയ്യുന്ന ആളാണ്, ഒന്ന് ചുരുക്കുന്ന ആളാണ്. അങ്ങനെ ചുരുക്കുമ്പോൾ ബ്ലഡ് വെസൽസിൽ പ്രഷർ ഹൈ ആവും. അങ്ങനെ ഇതിൻ്റെ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ ആ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ സ്പീഡപ്പ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ADH ആണ്. അപ്പം ADH എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാസോ കൺസ്ട്രിക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ അവർ റെഗുലേറ്റ് ചെയ്യുന്നത്.
അടുത്തതായിട്ട് നമുക്ക് JGA ആണ്, എക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ്. ഇനി അടുത്തതായിട്ട് റെഗുലേഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ JGA അല്ലെങ്കിൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ് അല്ലേ. അപ്പോൾ ഈ ജെക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് നമ്മൾ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടിരുന്നത് എവിടെയാണ്? നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും പിന്നെ നമ്മുടെ എഫറന്റ് ആർട്ടീരിയോളും കൂടെ അടുത്ത് വരുന്ന ആ ഒരു ഭാഗമാണ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൾട്ടി ഹോർമോണൽ സിസ്റ്റം ആണ് കാണാനായിട്ട് പറ്റുന്നത് മക്കളെ. മൾട്ടി ഹോർമോണൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ മോർ ദാൻ വൺ ഹോർമോൺസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. വിച്ച് ഇസ് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ. ഇത്രയും ആൾക്കാരാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റാസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ JGA സെൽസ് നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു നമ്മുടെ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? റെനിൻ എന്ന് പറയുന്ന ആളെ ഉണ്ടാക്കും. അതായത് റെനിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ ഉണ്ടാവും. ഈ റെനിന് ഒരു എണ്ണേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. 2 എണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഡൈജഷൻ്റെ ഭാഗത്തുള്ള റെനിനായി പോവും. അപ്പോൾ ഇത് പ്രത്യേകം റെനിന് ഒരു എണ്ണ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ റെനിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആൻജിയോടെൻസിൻ 1നെ ആൻജിയോടെൻസിൻ 2 ആക്കി ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. ദെൻ ഈ ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ആൻഡ് ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ആൾ എന്താണെന്ന് വെച്ചാൽ ഒരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. ഈ വാസോ കൺസ്ട്രിക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പം ബോഡിയുടെ പ്രഷർ കുറയുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണം അല്ലേ. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഈ ആൻജിയോടെൻസിനോജൻ മെക്കാനിസം അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിനോജൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരാളും കൂടെ വരുന്നുണ്ട്, ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഈ ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോണയും കൂടെ ഉണ്ടാക്കും. അപ്പോൾ ഈ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ ഇവർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ഹാർട്ടിലുള്ള ANF എന്ന് പറയുന്ന ഏട്രിയൽ നേട്രി യൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കതൊരു വാസോ ഡയലേറ്റർ ആണ് കേട്ടോ. ബാക്കി ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം വാസോ കൺസ്ട്രിക്റ്റേഴ്സ് ആണെങ്കിൽ ഇത് വാസോ ഡയലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വാസോ ഡയലേറ്റർ ആണ് നമ്മുടെ ANF എന്ന് പറയുന്നത്. അത് നമ്മുടെ റെനിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെനിൻ വരുന്നത്. ഇനി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? വാസോ ഡയലേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു റേറ്റ് ഓക്കെ നമുക്ക് ഒരുപാട് ബോഡിയിൽ വെള്ളമുള്ള സമയത്താണെങ്കിൽ വാസോ ഡയലേഷൻ ആണ് വരേണ്ടത്. അങ്ങനെ 3 ടൈപ്പായിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഒരു റെഗുലേഷൻ, നമ്മുടെ കിഡ്നിയുടെ റെഗുലേഷൻ നടക്കുന്നത്. ആരൊക്കെയാണെന്ന് നോക്കിയോളൂ. ഒന്നും കൂടെ പറയാം. ANF ആണ് ഒരാൾ. ആൻഡ് ഒരാളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ. അതായത് റെനിനും ആൽഡോസ്റ്റിറോണും ആൻജിയോടെൻസിനുമാണ് വരുന്നത്. ആൻഡ് അതുകൂടാതെ ADHൻ്റെയും കൂടെ റെഗുലേഷൻ വരുന്നുണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് റെഗുലേഷനാണ് നമ്മുടെ കിഡ്നിക്ക് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ മിക്ചുറേഷൻ. മിക്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്നല്ലേ. അപ്പോൾ യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് കളയണം. അങ്ങനെ പുറത്തോട്ട് കളയണമെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മിക്ചുറേഷൻ എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് യൂറിൻ ഫ്രം ദി യൂറിനറി ബ്ലാഡർ. ഈ യൂറിനറി ബ്ലാഡറിലായിരിക്കും ഇങ്ങനെ യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാഡറിൽ കുറേ മസിൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിരിക്കുമായിരിക്കും, റിലാക്സ് ചെയ്തിരിക്കുമായിരിക്കും ആ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു യുറേത്രേൻ്റെ സ്ഥലത്തായിട്ട് ഒരു സ്ഫിങ്ക്ചർ ഉണ്ടാവും. ആ സ്ഫിങ്ക്ചർ, ഇതാണ് ഇപ്പോൾ യൂറിനറി ബ്ലാഡർ എങ്കിൽ ഇത് ബ്ലാഡർ ആണ്. ഇവിടെ ഒരു സ്ഫിങ്ക്ചറും കാണും അല്ലേ, നമ്മൾ യൂറിൻ പുറത്തേക്ക് പോകാനുള്ള. അപ്പോൾ ഈ ബ്ലാഡർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ആൻഡ് കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ഫിങ്ക്ചർ എന്ന് പറയുന്ന സാധനം റിലാക്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ യൂറിൻ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാഡർ മസിൽസിലെല്ലാം എന്തുണ്ട്? ഇത് സ്റ്റിമുലേഷൻ കിട്ടുന്ന, അതായത് നമുക്ക് അവിടെ ഓരോ നമ്മുടെ സെൻസറി ഓർഗൻസ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം സെൻസേഴ്സ് ഉണ്ട്. ആ ഒരു സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു നമ്മുടെ വോൾസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് യൂറിൻ നിറഞ്ഞിരിക്കുകയാണെന്നുള്ളതിൻ്റെ ആ ഒരു സെൻസ് അല്ലേ,
അത് നമ്മുടെ ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്നു. അവിടെ നിന്ന് നമ്മുടെ ഓക്കെ യൂറിൻ പാസ് ചെയ്തോളൂ എന്നുള്ളതിൻ്റെ ഒരു ഇത് വരികയാണ് അല്ലേ, റെസ്പോൺസ് വരികയാണ്. അപ്പോൾ ആ റെസ്പോൺസ് വരുമ്പോൾ നമ്മുടെ യൂറിൻ്റെ ആ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ വോള് കോൺട്രാക്റ്റ് ചെയ്യും. ആൻഡ് ഇവിടെയുള്ള സ്പിങ്ക്റ്റർ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യുകയാണ്. അങ്ങനെയാണ് യൂറിനേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂറിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അതിന് യൂറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. യെല്ലോയിഷ് കളറാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ pH എന്ന് പറയുന്നത് acidic pH ആണ്, അതായത് 6 ആണ് ഇതിൻ്റെ pH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ യൂറിൻ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അതർ ഓർഗൻസ്, എക്സ്ക്രീഷനിൽ പങ്കെടുക്കുന്ന അതർ ഓർഗൻസ് നോക്കാം. ലങ്സ് അല്ലേ, ലങ്സിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത്. ആൻഡ് ലിവറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് വേസ്റ്റുകളൊക്കെ ആ ഒരു ലിവറാണ്, അല്ലെങ്കിൽ ലിവറിലൂടെ കുറേ അരിച്ചെടുക്കൽ നടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബൈലുണ്ട് അല്ലേ, ബൈൽ എന്ന് പറയുന്ന ആ ഒരു സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, സെക്രീഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ അതിനകത്ത് പിഗ്മെൻറ്റ്സ് ലൈക്ക് ബിലിറുബിൻ ആൻഡ് ബിലിവേർഡിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. നമ്മുടെ വൈറ്റമിൻസും ഡ്രഗ്സും അത് ഹോർമോൺസും ഇതിൻ്റെ എല്ലാം ഡീഗ്രഡേഷൻ ഒക്കെ നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. ആൻഡ് അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റാണ് നമ്മൾ ഫീസസ് ആയിട്ട് പുറന്തള്ളുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സ്കിന്നല്ലേ, സ്കിന്നിൽ അല്ലെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ്, അതിലൂടെയും നമ്മുടെ കുറേ വേസ്റ്റ് പുറന്തള്ളുന്നുണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ്സിലൂടെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെബേഷ്യസ് ഗ്ലാൻഡിലൂടെയും സ്വെറ്റ് ഗ്ലാൻഡിലൂടെ സ്വെറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സലൈവ എന്ന് പറയുന്നതും അതിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്. ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യുറീമിയാണ്. എന്താണ് യുറീമിയ എന്ന് പറഞ്ഞാൽ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡ്, ബ്ലഡിലെ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷനാണ് യുറീമിയ എന്ന് പറയുന്നത്. അത് കിഡ്നി ഫെയിലിയറിലേക്ക് വഴിതെളിക്കും. അതായത് കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ യുറീമിയാണ് കാരണം. അങ്ങനെ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് അല്ലേ. ഹീമോഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് മുഴുവൻ എടുത്തിട്ട് ഒരു ഡയലൈസിങ് യൂണിറ്റിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഇടും, ഹെപ്പാരിൻ എന്ന് പറയുന്ന ആൻറ്റി കൊയാഗുലൻറ്റും കൂടെ ആഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അതിലൂടെ സെല്ലോഫൈൻ ട്യൂബിലൂടെ അതിങ്ങനെ കയറ്റി ഇറക്കും. അതിനുശേഷം എന്ത് ചെയ്യും, യൂറിനിൽ നിന്ന് ആ ഒരു ബ്ലഡിൽ നിന്നും യൂറിയ എല്ലാം മാറ്റിയതിന് ശേഷം തിരിച്ച് ബോഡിയിലോട്ട് തന്നെ കയറ്റും. അതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ കിഡ്നി പൂർണ്ണമായും നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റും. അങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കുന്നവർ തമ്മിലാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ആൻഡ് ഫങ്ഷനിങ് ആയിട്ടുള്ള കിഡ്നി അവിടെ വെക്കുമ്പോൾ നമ്മുടെ ആ നോൺ ഫങ്ഷനിങ് കിഡ്നീസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, അതും ആ ഒരു ബോഡിയിൽ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ റീനൽ കാൽക്കുലി എന്ന് പറയും അല്ലേ, നമ്മുടെ മൂത്രത്തിൽ കല്ലെന്ന് പറയുന്ന അസുഖമാണ്. ഇറ്റ് ഈസ് സ്റ്റോൺ ഓർ ഇൻസോലുബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള ഓക്സലേറ്റ്സ്, കാൽഷ്യം ഓക്സലേറ്റ് സോൾട്ടുകൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതൊരു സ്റ്റോൺ പോലെ ആവുന്നതിനെയാണ് നമ്മൾ റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം വേദനയും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാക്കും. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ഇൻ ഗ്ലോമറുലസ് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ഇൻഫ്ലമേഷനെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്, എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്, അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ചാപ്റ്ററിലുള്ളത്. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.